Welcome to TriRoot. നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തതും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എടുത്തതെല്ലാം കാണാം. അപ്പോൾ ആ ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് കാണാം. ഇവിടെയും നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് വന്നിട്ട് താഴോട്ടേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി അനാലിസിസ് ചെയ്യാം. അതിനുവേണ്ടി 1 അവറിലാണ് പോകുന്നത്. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടം വരെ പോകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം 1 അവറിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ സപ്പോർട്ട് എടുത്ത ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈനിന്റെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടിയുണ്ട്. ആ ഒരു റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇനി കുറച്ച് താഴോട്ടേക്ക് നേരത്തെ വരച്ചു വെച്ചിരിക്കുന്നത് ഒന്ന് കുറച്ച് 1 അവറിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇത്രയാണ് 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു എൻട്രി സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ നിലനിൽക്കുന്ന ഏരിയയിൽ നിന്ന്, അതായത് നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ഇംബാലൻസ് ഉണ്ട് 50 മിനിറ്റ്സിന്റെ. ആ ഒരു ഇംബാലൻസിൽ നിന്ന് വലിയൊരു കൺഫർമേഷനോട് കൂടി ഒരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് ഒരു എൻട്രി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ 50 മിനിറ്റ്സിന്റെ ഒരു ഇത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന ക്യാൻഡിൽ ഇവിടെ നിന്ന് വലിയ രീതിയിൽ ബ്രേക്ക്ഔട്ട് തന്നാൽ, ഈ ഇംബാലൻസിന് വലിയ രീതിയിൽ ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് വരെ ഉണ്ടാവുള്ളൂ. ചെറിയൊരു ടാർഗറ്റ് ആണ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് രണ്ടാണ് 50 മിനിറ്റ്സിന്റെ ഇപ്പൊ നിലവിലുള്ള എൻട്രീസ്. ഇനി മറ്റൊന്ന് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞ എൻട്രി താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് മുകളിലോട്ട് പോവാം. അങ്ങനെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ വരച്ചിരിക്കുന്നത്. ഇനി വീണ്ടും പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയ, അതായത് ടൈം ഫ്രെയിമിൽ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിലേക്കും നമുക്കൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു ബൈ എൻട്രി. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ബ്രേക്ക്ഔട്ട് തന്നു. ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊരു ലോങ് ടൈമിലേക്ക് കിട്ടാം. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ വരെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എൻട്രീസ് യുഎസ് ഓയിലുള്ളത്. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് എടുക്കുക. ഈ പറഞ്ഞ ഏരിയാസിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.